സക്കാത്തിനെ കുറിച്ച് പറഞ്ഞത് എന്താണെന്നറിയോ? നമ്മുടെ കയ്യിലുള്ള സമ്പത്തിൽ വന്നു പോയിരിക്കുന്ന മ്ലേച്ഛതകളെ ശുദ്ധിയാക്കാൻ സക്കാത്ത് സഹായിക്കുമെന്ന് റസൂലുള്ളാഹ്. എന്താ കാരണം? സമ്പത്ത് ശുദ്ധമാകണം. സമ്പത്ത് ശുദ്ധമായില്ല എങ്കിൽ നമ്മൾ ആ സമ്പത്ത് കൊണ്ടാണല്ലോ ഭക്ഷണം കഴിക്കുന്നത്. അതുകൊണ്ട് വാങ്ങിയിട്ടല്ലേ, ധാന്യങ്ങൾ വാങ്ങിയല്ലേ നമ്മൾ കഴിക്കുന്നത്. സമ്പത്ത് ശുദ്ധമല്ലെങ്കിൽ നമ്മൾ വാങ്ങുന്ന ഭക്ഷണങ്ങൾ ഹറാമാവും. ഹറാമായ ഭക്ഷണം ശരീരത്തിൽ ചെന്നാൽ രക്തം ഹറാമാകും. ഈ ഹറാമായ രക്തം ഓടുന്ന ശരീരത്തിലൂടെ കടന്നു പോകുന്ന ആത്മാവ് അശുദ്ധമാകും. അതുകൊണ്ട് ശുദ്ധമായ ആത്മാവുണ്ടാകണോ? കഴിക്കുന്ന ഭക്ഷണം നന്നാവണം. അതുകൊണ്ട് സകാത്ത് കൊടുക്കണേ എന്ന് നബിയുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പുണ്യനബി പറഞ്ഞല്ലോ, സകാത്ത് സമ്പത്തിനെ ശുദ്ധീകരിക്കുമെന്ന്. പുണ്യനബി ഒരിക്കൽ പറഞ്ഞു, സ്വഹാബ, സകാത്ത് എൻ്റെ കുടുംബത്തിന് സകാത്ത് ഹലാലാവുകയില്ല. ഇന്നമാ ഹിയ ഔസാഖുന്നാസ് ലാ തഹില്ലു ലി മുഹമ്മദിൻ വലാ റിആലിഹി. ജനങ്ങളുടെ ക്രയവിക്രയങ്ങളിൽ വന്നുപോയ അവരുടെ അബദ്ധങ്ങളുടെ ചളിയും ചേറുമുണ്ടല്ലോ, അത് മുഖേന വന്നു ചേർന്ന ചളിയും ചേർമ്മത്തിനത് ഹലാലല്ലെന്ന് നബിയുനാ റസൂലുള്ളാഹ്. ശുദ്ധീകരിക്കാനാണ്. ഒരാൾ കൃത്യമായി നിബന്ധനകൾ പാലിച്ച് ഹജ്ജ് ചെയ്താൽ ഉമ്മ പെറ്റ മക്കളെ പോലെ അവൻ ശുദ്ധനാകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കണ്ടോ, ഇതൊക്കെ ശുദ്ധീകരിക്കുന്ന പ്രക്രിയകൾ. ഇന്നത്തെ ദിവസത്തെ വ്യത്യാസവും പിറ്റേ ദിവസവും തമ്മിൽ എന്താ വ്യത്യാസം? ഉമ്മ പ്രസവിച്ച നാളുകളിലേതുപോലെ എന്ന് പറഞ്ഞാൽ പോരെ? അങ്ങനെയല്ല പറഞ്ഞേ, ഉമ്മ പ്രസവിച്ച അന്നത്തെ ദിവസം പോലെ. ഉമ്മ പ്രസവിച്ച അന്ന് നമുക്കൊന്നും അറിയില്ല, കരയാൻ മാത്രമേ അറിയുള്ളൂ. കരയാൻ മാത്രം. അമ്മിഞ്ഞപ്പാൽ പോലും എവിടെ എന്നറിയില്ല. എന്നെ മുലക്കണ്ണിയെടുത്ത് ചുണ്ടിൽ വെച്ചു തന്നു, അപ്പോഴും നമുക്ക് മനസ്സിലായില്ല മുലപ്പാലുണ്ടെന്ന്. ഉമ്മ മുലക്കണ്ണിയെടുത്ത് ചുണ്ടിലിങ്ങനെ ഒരുതി തിന്നിട്ട് മുലപ്പാൽ നമ്മുടെ നാവിലേക്ക് അതിൻ്റെ രുചി എത്തിയപ്പോഴാണ് നമുക്ക് മനസ്സിലായത് മുലപ്പാലാണെന്ന്. നമ്മൾ കാത്തിരുന്നത് ഇതാണെന്ന്. അതുവരെ തിരിഞ്ഞില്ല. ഒന്നും തിരിയാത്ത ആളുകളെയുന്നു നമ്മൾ. ഖുർആൻ പറയുന്നുണ്ട്, ലാ തഅലമൂന ശൈആ. ഉമ്മ പറ്റ അന്ന് നിങ്ങൾ എത്ര ശുദ്ധനായിരുന്നു അതേപോലെയായി മാറുന്നു. എന്താ പിറ്റത്തെ ദിവസത്തെ വ്യത്യാസം? പിറ്റേ ദിവസം ഉമ്മ കുളിക്കാൻ പോയതാണ്. അപ്പോഴാണ് ഇവനെ ഉണർന്നപ്പോൾ മുലപ്പാലിന് കരഞ്ഞു. ഉമ്മ കുളിക്കുക. ഉമ്മ ഈ കരച്ചിൽ കേട്ടപ്പോൾ വേഗം ധൃതിയിൽ കുളിച്ചിട്ട് മോൻ്റെ അടുത്ത് എത്തിയപ്പോഴേക്കും 5 മിനിറ്റ് വൈകിപ്പോയിട്ടുണ്ട്. കരയുന്ന മോനെടുത്തിട്ട് മാറോട് ചേർത്ത് പിടിച്ചപ്പോൾ മുലക്കണ്ണി വായിൽ വെച്ചു കൊടുത്തിട്ടോ മുല കുടിക്കുന്നില്ല. എന്താ അവൻ്റെ ദേഷ്യം എന്നറിയോ? ഞാൻ കരഞ്ഞപ്പോൾ എവിടെയും നിങ്ങൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടാ വരല്. പ്രസവിച്ച അന്നത്തെ പോലെ ശുദ്ധനാകും ഹജ്ജ് ചെയ്താൽ. അല്ലാഹു നമുക്ക് ആ ഭാഗ്യം തരട്ടെ. അല്ലാഹു നമുക്ക് ആ ഭാഗ്യം, നീ ഞങ്ങളെ ആ മണ്ണിലെത്തിച്ചു തരണമേ റബ്ബേ. ഇതാണ് ഹജ്ജ്. എല്ലാം നമ്മളെ ശുദ്ധിയാക്കാനാണ്. പരിശുദ്ധ റമദാനും ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി. ഒരാൾ ഈമാനോടെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് നോമ്പ് നോറ്റാൽ അവൻ്റെ കഴിഞ്ഞുപോയ പാപം. റമദാനിന് റമദാൻ എന്ന അല്ലാഹുത്തെ പേരിട്ടതും അതുകൊണ്ടാണ്. റമദാൻ എന്ന് പറഞ്ഞാൽ കരിച്ചു കളയുന്നത് എന്നാണ് ആ പദത്തിൻ്റെ അർത്ഥം. കരിച്ചു കളയുന്നത്. എന്താണ് ഈ കരിച്ചു കളയുന്നത്? എന്തിനെയാ കരിച്ചു കളയുന്നത്? ആത്മാവിനേറ്റ പരിക്കുകളെ കരിച്ചു കളയുകയാണ്. കരിച്ചു കളയുന്നത് എന്തിനാ? ശുദ്ധിയാക്കാനാണ്. കരിച്ചു അങ്ങനല്ലേ? ഇരുമ്പിൽ തുരുമ്പ് വന്നാൽ, കത്തിക്ക് തുരുമ്പ് വന്നാൽ നമ്മൾ എന്താ ചെയ്യുക? കത്തി തുരുമ്പെടുത്തു നോക്കുക, എന്താ ചെയ്യുക? ഞാൻ ഇന്നലെ ഒരു സ്ഥലത്ത് ചോദിച്ചപ്പോൾ ഒരാളിനോട് പറഞ്ഞു, സാർ അത് വലിച്ചെറിഞ്ഞിട്ട് വേറെ വാങ്ങും തന്നെയാണ്. നമ്മളെ കയ്യിൽ പൈസ ഇഷ്ടം പോണം വന്നുകൊണ്ടാണ് നമ്മളങ്ങനെ പറയണത്. എൻ്റെ ചെറുപ്പത്തിൽ എനിക്ക് ഓർമ്മ ഉണ്ട്, ഇന്നു കത്തിരാവാൻ പറഞ്ഞേക്കല് കൊല്ലൻ്റെ അടുത്തേക്ക് 2-3 കത്തിയേറ്റ് പോകും. കത്തിയേറ്റ് ചെന്നാൽ ആ തുരുമ്പെടുത്ത കത്തി കൊല്ലൻ ഈ തീയിലിടും, ഉലയിൽ വെക്കും. എന്നിട്ട് മൂപ്പര് ആ സാധനങ്ങളുടെ ഹാമരെടുത്തിട്ട് ഈ കത്തിയില്ലണ്ട മേട്ടം മേടിയാൽ തുരുമ്പൊക്കെ തെറിച്ചു. അന്ന് പറഞ്ഞാൽ തുരുമ്പിനെ കളയാൻ കൊല്ലൻ ഇരുമ്പ് ചൂടാക്കുന്ന പോലെ നമ്മുടെ ആത്മാവിനേറ്റിരിക്കുന്ന തുരുമ്പുകളെ, പരിക്കുകളെ മാറ്റാൻ അല്ലാഹു തആല റമദാൻ എന്ന നോമ്പ് നമ്മളോട് കൽപ്പിച്ചിരിക്കുകയാണ്. പുണ്യനബിയോട് സ്വഹാബികൾ ചോദിച്ചല്ലോ, അവർക്ക് പരിചയമില്ലല്ലോ. പകൽ മുഴുവൻ പട്ടിണി കിടന്നൊരു നോമ്പ് അവർക്ക് പരിചയമില്ല. അവർ ചോദിച്ചു നബിയോട്, യാ റസൂലല്ലാഹ് മാ റമളാൻ,
എന്താണ് നബിയേ റമളാൻ എന്ന്? അള്ളാഹിൻ്റെ ഹബീബ് പറഞ്ഞു കൊടുത്തു സല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വഹാബ, റമളാൻ എന്ന് പറഞ്ഞാൽ അർമലല്ലാഹു ഫീഹി ദുനൂബ ഇബാദിഹിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകൾ പുറത്തു കൊടുക്കാൻ അള്ളാഹു നൽകുന്ന അവസരമാണ് റമളാൻ എന്ന്. അപ്പം ആത്മാവിനേറ്റ പരിക്കുകൾ നോമ്പ് മുഖേന അള്ളാഹു ശുദ്ധിയാക്കി തരും. എങ്ങനെ? നോമ്പ് പകൽ മുഴുവൻ നമ്മൾ പട്ടിണി കിടക്കും. ഇന്നലെ ഒരു ഡോക്ടർ സംസാരിച്ചു, ഇന്നലെ പരിപാടി ഉണ്ടായിരുന്നു ബാംഗ്ലൂർ. ആ പരിപാടിയിൽ ഡോക്ടർ സംസാരിച്ചിട്ട് ഡോക്ടർ പറഞ്ഞാൽ എന്താ അറിയോ, നോമ്പ് നോറ്റിട്ട് ഒരു 9 മണിക്കൂർ കഴിയുമ്പോൾ, അപ്പോൾ 9 മണിക്കൂർ എന്ന് പറഞ്ഞാൽ അപ്പോൾ ഒരു 5 മണി കൂട്ടിയോളി, 6, 7, 8, 9, 10, 11, 12, 1, 2, അപ്പോൾ 2 മണി കഴിഞ്ഞാൽ 2 മണി കഴിഞ്ഞാൽ പിന്നെ ശരീരം ചെയ്യുന്ന പണി എന്താ അറിയോ? അയാൾ പറയുന്നത് നോമ്പ് കൊണ്ട് കിട്ടുന്ന ഭൗതികമായ ഗുണം. ഇയാൾ പറയാണ് ശരീരത്തിലെ ഊർജം മുഴുവനാണ് തീർന്ന്, നമ്മൾ കഴിച്ച ഭക്ഷണത്തിലെ ഊർജ്ജമാണ് തീരും. ഊർജം തീർന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തൊലിക്കടിയിൽ സൂക്ഷിച്ചു വച്ചിരിക്കുന്ന കൊഴുപ്പുകളുണ്ട്. ഈ കൊഴുപ്പ് ശരീരം കണ്ട് ആഗിരണം ചെയ്തിട്ട് അതിനെ ഊർജമാക്കിയിട്ട് ശരീരം പ്രവർത്തിക്കാൻ തുടങ്ങും. അപ്പോൾ ശരിക്കും നോമ്പ് വറ്റാൽ നോമ്പ് കഴിയുമ്പോഴേക്ക് ഒരാളുടെ തടി കുറയും, കിലോ കുറയും, തൂക്കം കുറയും. നമ്മളൊക്കെ തല തിരിച്ചിട്ടാണ് നോമ്പ് ചെയ്യുമ്പോൾ 2 കിലോ കൂടുന്നു, 3 കിലോ കൂടുന്നു. എന്താ കാരണം? അടിച്ചു മാറിയിട്ടാണ്. നമ്മുടെ ശരീരത്തിലെ ഈ കൊഴുപ്പ് ഉരുക്കിക്കളയാനുള്ള സമയം നമ്മൾ കൊടുക്കുന്നില്ല. അപ്പോൾ മൂപ്പര് പറഞ്ഞ് നോമ്പ് നോറ്റാൽ അധികം ഭക്ഷണം കഴിക്കരുതെന്ന. നോമ്പിൻ്റെ സുന്നത്തുകളിൽപ്പെട്ട ഒന്നാണ്. മാത്രമല്ല ഉരുക്കിക്കളയുന്നത്. അപ്പം എന്താ നിങ്ങൾ ഒരു ഉച്ചക്ക് കഴിയുമ്പോഴേക്ക് ശരീരം ഇങ്ങനെ ഉഷ്ണിക്കാൻ തുടങ്ങും. അതുകൊണ്ട് ഈ അറബികൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, അറബികൾ നോമ്പ് നോറ്റാൽ ഈ മോരും തൈരും കുടിക്കുക. എപ്പോൾ? നോമ്പ് തുറക്കണ സമയത്ത്. മോര് കുടിക്കണം എന്തിനാ അറിയോ? ശരീരം തണുപ്പിക്കാനാണ്, ഹീറ്റായ ശരീരത്തെ തണുപ്പിക്കാനാണ്. നിങ്ങൾ ഉമ്മമാരോട് ചോദിച്ചു നോക്ക്, 2-3 മാസം മുമ്പ് പ്രസവിച്ച സഹോദരിമാരിവിടെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലുണ്ടെങ്കിൽ, അവർ നോമ്പ് നോൽക്കുന്നുവെങ്കിൽ അവരുടെ മക്കൾക്ക് വയറിളക്കമുണ്ടാകും. മുല കുടിക്കുന്ന മക്കൾക്ക് കുടിച്ചത് കൊണ്ടാണ് വയറിളക്കമെന്ന്. അപ്പം നോമ്പ് നോറ്റാൽ ശരീരം ഉഷ്ണിക്കുന്നുണ്ട് എന്ന്. റമളാൻ സത്യത്തിൽ നമ്മൾ ചെയ്തു പോയ തെറ്റുകൾ കൊണ്ട് അല്ലാഹു ചെയ്യേണ്ടതെന്താ? ആ തെറ്റുകൾ കാരണം അല്ലാഹു നരകത്തിലിട്ട് നമ്മെ കരിച്ചു പാകപ്പെടുത്തുകയാണ് ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്യേണ്ടേ ശരിക്ക് നമ്മളെ നരകത്തിലിട്ട്. അതിനാണ് അല്ലാഹു തആല നരകം സൃഷ്ടിച്ചത്. നരകത്തിലിട്ട് ഈ ആത്മാവിനെ കരിച്ചു പാകപ്പെടുത്തി ശുദ്ധിയാക്കുകയാണ് ചെയ്യേണ്ടത്. പക്ഷെ റബ്ബുൽ ആലമീനായ അല്ലാഹു വലിയ കാരുണ്യവാനാണല്ലോ. റബ്ബിനറിയാം നരകം നമുക്ക് സഹിക്കാനും കഴിയില്ലെന്ന്. അതുകൊണ്ട് രാജാതിരാജനായ അല്ലാഹു റമളാനിലെ പകൽ സമയം നോമ്പ് നോറ്റിട്ട് ആ ചെറിയ ഉഷ്ണം കൊണ്ട് നമ്മുടെ ശരീരത്തിലെ ആത്മാവിന് വന്നുപോയ പരിക്കുകളെ അല്ലാഹു തആല മാറ്റിത്തരികയാണ്. റമളാൻ കരിച്ചുകളയുന്നത് എന്ന ഈ മാസത്തിന് അല്ലാഹു തആല തന്നെ ഇട്ട പേരതുകൊണ്ടാണ് ശഹ്റു റമളാനല്ലദി. ഇങ്ങനെ മുഹറം ഖുർആനിൽ കാണാൻ കഴിയില്ല, റബീഉൽ അവ്വൽ എന്ന പേര് ഖുർആനിലില്ല, ദുൽഖഅദ എന്ന പേര് റമളാനല്ലദി ഉൻസില ഫീഹിൽ ഖുർആൻ. റമളാൻ കരിച്ചുകളയുന്നത് എന്ന് അല്ലാഹു തആല കൊടുത്ത പേരാ. ഏറെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ദോഷങ്ങൾ പൊറുപ്പിക്കാൻ വേണ്ടി മാത്രം അല്ലാഹു റമളാനിൽ സംവിധാനം ചെയ്ത 10ലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. റമളാൻ തന്നെ ദോഷം പൊറുപ്പിക്കാൻ, അതിലെ 10 പിന്നെ അതിൻ്റെ നിങ്ങളോട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാ. ഇസ്തിഗ്ഫാർ നന്നായി വർദ്ധിപ്പിക്കണം. എല്ലാവരും ഒന്ന് ചൊല്ല്, അല്ലാഹുമ്മ ഗ്ഫിർ ലീ ദുനൂബി യാ റബ്ബൽ ആലമീൻ, അല്ലാഹുമ്മ ഗ്ഫിർ ലീ ദുനൂബി യാ റബ്ബൽ ആലമീൻ, അല്ലാഹുമ്മ ഗ്ഫിർ ലീ ദുനൂബി യാ റബ്ബൽ ആലമീൻ. ഈ പരിക്കുകൾ റെഡിയാക്കി തരാറുള്ള മാസമായതുകൊണ്ടാണ് നോമ്പ് നോൽക്കുമ്പോൾ തെറ്റു ചെയ്യരുത് എന്ന് അള്ളാഹിൻ്റെ ഹബീബ് പ്രത്യേകം എടുത്തു പറഞ്ഞത്. അങ്ങനെ ഏതുപോലെ ഷുഗറിന് ചികിത്സിക്കേണ്ട ഒരാളോട് ഡോക്ടർ എന്താ പറയുക? മരുന്നൊക്കെ എഴുതി കൊടുത്തിട്ട് പറയും കൃത്യമായി മരുന്ന് കഴിക്കണം. പിന്നെ പഞ്ചസാര പഞ്ചസാര ഉപയോഗിക്കരുതെന്ന് പറയലേ, മധുരം ഉപയോഗിക്കരുതെന്ന്. ഈ കാസർഗോഡ് അപ്പുറത്ത് ഒരു സയ്യിദ് ഉണ്ടായിരുന്നു, വലിയ തവക്കലുള്ളൊരു മനുഷ്യനാണ്, ഹൈ ഷുഗറാണ്. അവസാനം എല്ലാവരോടും പിടിച്ചുകൊണ്ടുപോയി കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഗുളിക കൊടുത്തിട്ട് മധുരമുള്ള ചായ കുടിക്കരുതെന്ന്. പിന്നെ പോയി നോക്കുമ്പോൾ മൂപ്പര് എന്ത് ചെയ്യണ്? മധുരട്ട ചായ കുടിക്കരുതെന്ന് പറഞ്ഞ്. അപ്പോൾ പിന്നെ പോയി നോക്കുമ്പോൾ മൂപ്പര് ചായ ഇങ്ങനെ കുടിക്കണം, പഞ്ചസാരയായി കയ്യിലെടുത്തിട്ട്. അപ്പോൾ ആരോ ചോദിച്ചാൽ എന്താ?
അല്ല, ഡോക്ടർ പറഞ്ഞത് കേൾക്കണമല്ലോ. ഡോക്ടർ പറഞ്ഞത് പഞ്ചസാര ഇട്ട ചായ കുടിക്കരുതെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പഞ്ചസാരയുടെ കയ്യിലും ചായ വേറെ കയ്യിലും. ഓലെ ഹിക്കുമത്തൊന്നും ഞമ്മക്ക് തിരിയില്ല. നമ്മൾ അങ്ങനെയല്ല ഹദീസിലുള്ളത്. റസൂലുള്ള പറഞ്ഞ ലോക ഓല കണ്ട പറയും ഇന്നഹും മജാനീൻ, ഓല് പൊട്ടന്മാരാണ് ആ ലോകം. അതല്ലോ നമ്മുടെ വിഷയം. ഞാൻ പറഞ്ഞു വന്നത്, ഡോക്ടർമാർ പറയും മധുരം കഴിക്കരുത് എന്ന് മരുന്ന് കഴിക്കുന്ന കൂട്ടത്തിൽ. അപ്പോൾ ഒരാൾ മരുന്നും കഴിക്കുന്നുണ്ട്, മധുരം കഴിച്ചാലോ അതുകൊണ്ട് ഫലം ഉണ്ടാവില്ല. അതേപോലെ റമളാൻ കമ്മിൻ സായിമിൻ ലൈസ ലഹു മിൻ സിയാമിഹി ഇല്ലൽ ജുഉ വല്ലതശ്. എത്രയെത്ര നോമ്പുകാരാണ് അവർക്ക് വിശപ്പും ദാഹവുമല്ലാതെ മറ്റൊന്നും ബാക്കിയാകുന്നില്ലെന്ന് പുണ്യനബി പറഞ്ഞു. കണ്ണിന് നോമ്പുണ്ട്, കാതിന് നോമ്പുണ്ട്, കയ്യിന് നോമ്പുണ്ട്, കാലിന് നോമ്പുണ്ട്, ഹൃദയത്തിന് നോമ്പുണ്ട്, ശരീരത്തിന് ആസകലം നോമ്പുണ്ട്. വെറും പട്ടിണി കിടക്കലല്ല നോമ്പെന്ന് അല്ലാഹുവിൻ്റെ ഹബീബ് നബിയുനാ റസൂലുള്ളാഹ്. അപ്പം നമ്മൾ ഈ അവയവങ്ങൾ കൊണ്ട് തെറ്റുകൾ ചെയ്താൽ ആത്മാവിൽ വീണ്ടും പരിക്കുകൾ വന്നുകൊണ്ടിരിക്കും, ചികിത്സ കൊണ്ട് ഫലമുണ്ടാവുകയില്ല എന്നർത്ഥം. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളോട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാ, നന്നായി ഇസ്തിഗ്ഫാർ ചൊല്ലണം. പരിശുദ്ധമായ റമളാനിൻ്റെ 2ാമത്തെ പത്താണിത്. നിങ്ങളടുത്തേക്ക് ബക്കറ്റായിട്ട് വരുന്നുണ്ട്. ഈ ബക്കറ്റിലെ പൈസ എന്തിനാ ഉപയോഗിക്കുക വെച്ചാൽ ഇതിന് ചെറിയ ചിലവൊക്കെ ഉണ്ട് അല്ലേ? ഉണ്ട്, മൂപ്പർക്കും അറിയാം. ഈ നോട്ടീസ്, ഫ്ലെക്സ്, ബാനർ, മറ്റത് മറിച്ചതെന്നൊക്കെ ആയിട്ടേ ഈ ഓഡിറ്റോറിയത്തിൻ്റെ ആൾ ചെറിയൊരു പൈസ ഇതിൻ്റെ ഒരു ചിലവ് നൽകുക, അത്രയും മുമ്പ് പറഞ്ഞിട്ടുള്ളൂ. അതൊരു പൈസ എന്ന് പറയാൻ മാത്രമൊന്നുമില്ല. അള്ളാഹു താല മനുഷ്യൻ ചെയ്ത നന്മക്കും അള്ളാഹു ഫലം കൊടുക്കട്ടെ. അപ്പം ഇൻഷാ അല്ലാഹ് എല്ലാവരോടും ഇന്നും നാളെയൊക്കെ എന്നിട്ട് സഹകരിച്ചാൽ ആവും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ കേട്ടോ. സഹകരിച്ചാൽ ഇൽമിനാണല്ലോ. അള്ളാഹു താല ഖബൂൽ ചെയ്യട്ടെ. ഉദ്ദേശങ്ങളെല്ലാം അള്ളാഹു താല നിറവേറ്റി തരട്ടെ. പിന്നെ അതേ ചിലവുള്ളൂ കേട്ടോ. വയലു പറയണ മൗലിയാർക്ക് ഒരു ചിലവില്ലേ? വയലിന മൗലിയാർ അത് മൗലിയാരെ ശബ്ദം ഈ മക്കൾക്ക് വേണ്ടിയിട്ട് ദാനം കൊടുത്തതാണ്. മനസ്സിലായല്ലോ? അള്ളാഹു തആല ഖബൂൽ ചെയ്യട്ടെ. റഹ്മുർറഹീമീനായ അള്ളാഹുവേ നീ സ്വീകരിക്കണമേ അല്ലാ. പ്രിയമുള്ള എൻ്റെ സഹോദരി സഹോദരങ്ങളോട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് നന്നായി അള്ളാഹ്ക്കറിയാം, എന്നാലും നമ്മളിത് തെറ്റ് വന്നു പോകും. അപ്പം അതിന് പടച്ച റബ്ബ് ചെയ്തൊരു പണി എന്താ അറിയോ? ദുആ ചെയ്യാൻ പറഞ്ഞു നമ്മളോട്. ദുആ എല്ലാത്തിനും മറികടക്കാൻ പറ്റാവുന്ന ഒരു സംഗതിയാണ്. അതുകൊണ്ടാണ് ആലിമീങ്ങൾ നമ്മൾ 2ാമത്തെ പത്തിൽ ഇസ്തിഗ്ഫാർ നന്നായി വർദ്ധിപ്പിക്കണേ എന്ന് പറഞ്ഞത്. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള ഒരു വാക്കാണ് അസ്തഗ്ഫിറുല്ലാഹൽ അലീം. റബ്ബിന് ഭയങ്കര ഇഷ്ടമാണ്. അള്ളാഹുവിനേറെ ഇഷ്ടമുള്ള ഏതാനും ചില വാക്കുകളുണ്ട്. അതിൽ ഒന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ്. റബ്ബിന് വലിയ ഇഷ്ടം ലാ ഇലാഹ ഇല്ലല്ലാഹ്. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള ഒരു വാക്കാണത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന. റബ്ബെ അത് ഉച്ചരിച്ച് മരിക്കാനുള്ള ഭാഗ്യം തരണമല്ലാ. 2ാമത് റബ്ബിന് ഏറ്റവും ഇഷ്ടമുള്ള മറ്റൊരു വചനമാണ് സുബ്ഹാനല്ലാഹ്. മറ്റൊന്ന് അൽഹംദുലില്ലാഹ്. അതേപോലെ റബ്ബിനേറെ ഇഷ്ടമുള്ള വേറെ ഒരു വചനമാണ് അസ്തഗ്ഫിറുല്ലാഹ്. അതിൻ്റെ കൂടെ അൽ അലീം എന്നുകൂടെ ചേർത്ത് ചൊല്ലിയാൽ നല്ലതാണ്. ഇപ്പം എല്ലാവരും ഒന്ന് ചൊല്ലിയാണ് അസ്തഗ്ഫിറുല്ലാഹൽ അലീം. ഞാൻ ഏത് വിഷയം സംസാരിക്കണം എന്ന് കുറേ ആലോചിച്ചു. ഇവിടെ പ്രത്യേക വിഷയമൊന്നും തരാത്തത് കൊണ്ട് എനിക്ക് തോന്നി, പുണ്യനബി പറഞ്ഞല്ലോ അഫ്ളലുൽ ഇൽമി ഇൽമുൽ ഹാൽ. സാന്ദർഭികമായി ജനങ്ങൾ അറിയേണ്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കല ഏറ്റവും നല്ല അറിവെന്ന് നബിയുനാ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിലിപ്പോൾ പിണറായി സർക്കാർ വികാൻ സാധ്യത ഉണ്ടോ? സാധ്യതല്ലേ? അത് ഞാനല്ലല്ലോ പറയണ്ടേ, ഓല് പറയും വികാൻ അതല്ലല്ലോ. റമളാനിൻ്റെ 2ാമത്തെ പത്തിൽ ഞാൻ പറയേണ്ട കാര്യത അല്ല. റമളാനിൻ്റെ 2ാമത്തെ പത്തിൽ ഞാൻ പറയേണ്ടത് ചൊവ്വയിലും മനുഷ്യന് ഇറങ്ങൂലേന്നാ അല്ല. റമളാനിൻ്റെ 2ാമത്തെ പത്തിൽ മുഅ്മിനീങ്ങളെ ഓർമ്മപ്പെടുത്തേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഇസ്തിഗ്ഫാർ തന്നെയാണ്. അതുകൊണ്ട് ഈ സമയം ചുരുങ്ങിയ സമയത്തിൽ വളരെ പെട്ടെന്നത് പറഞ്ഞു തീർക്കാമെന്ന് കരുതിയത് പെട്ടെന്ന് പറഞ്ഞു എന്നതുകൊണ്ട് ഗൗരവം മറന്നു പോകരുത്. അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആൻ ഈ ഒരൊറ്റ വാക്കുണ്ടായ കേച്ചിലാവും. ശ്രദ്ധിക്കണേ, ഈ ഒരു വാക്ക് നമ്മുടെ ജീവിതത്തിൽ സ്ഥിരമായി നമ്മളൊന്ന് കൊണ്ടുനടന്നാൽ അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തുമെന്ന് ഞാൻ പറയില്ല, ഖുർആൻ തന്നെ പറയുകയാണ്. അതുകൊണ്ട് നിങ്ങൾ ഇത് പതിവാക്കണം. എല്ലാ സദസ്സ് കഴിയുമ്പോഴും എന്തെങ്കിലും ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റെടുക്കണം, പതിവാക്കാൻ തുടങ്ങണം. അപ്പോഴേ വഅ്ളുകൊണ്ട് കാര്യമുണ്ടാവുകയുള്ളൂ. അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു തആല തന്നെ പറഞ്ഞില്ലേ,
ഇസ്തിഗ്ഫാർ നിങ്ങൾ വർദ്ധിപ്പിക്കണേ എന്ന്. വബില്ലസഹാരി ഹും യസ്തഗ്ഫിറൂൻ. അത്തായ സമയത്ത് എഴുന്നേറ്റിട്ട് നടക്കുന്ന ആൾ എന്നല്ല ഖുർആൻ പറഞ്ഞത്. അത്തായ സമയത്ത് അങ്ങനല്ലേ 5 മണിക്കും 4 മണിക്കും നടക്കണ ആളുകളില്ലേ ഇല്ലേ? ഇപ്പോഴല്ല, നോമ്പ് കഴിഞ്ഞാൽ ഉണ്ടാവും. നടക്കണേന് കുഴപ്പമൊന്നുമില്ല, നടക്കണ കൂടെ ഇസ്തിഗ്ഫാറും കൂടി ചൊല്ലിയാൽ മതി. അത്തായ സമയത്ത് എഴുന്നേറ്റ് ഇസ്തിഗ്ഫാർ ചൊല്ലുന്നവർ എന്ന് ഖുർആൻ. ഇസ്തിഗ്ഫാർ അസ്തഗ്ഫിറുല്ലാഹൽ അലീം, റബ്ബന വല്ലാതെ ഇഷ്ടമാണ്. ഖുർആൻ തന്നെ പറയുന്നുണ്ട് ഹബീബായി നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട്. റസൂലുള്ളാഹിയോട് മക്കക്കാർ പറഞ്ഞല്ലോ, മുഹമ്മദേ എവിടെടോ എൻ്റെ റബ്ബിൻ്റെ ശിക്ഷ? നീയല്ല പറയുന്നു നിന്റെ റബ്ബ് ആദ് സമുദായത്തെ അങ്ങനെ ചെയ്തു, സമൂദിനെ ഇങ്ങനെ ചെയ്തു, സ്വാലിഹ് നബിയുടെ ജനതയെ അങ്ങനെ ചെയ്തു, ഇങ്ങനൊക്കെ പറയുന്നില്ലേ? എന്നാൽ മുഹമ്മദേ നിന്റെ റബ്ബിനോട് ഞങ്ങളെയും ഒന്ന് ശിക്ഷിക്കാൻ പറ. ഞങ്ങൾ നിന്റെ ശത്രുക്കളല്ലേ, നിന്നെ ഞങ്ങൾ എതിർക്കുന്നു, നിന്റെ റബ്ബിനെ എതിർക്കുന്നു, ഞങ്ങളെ ഒന്ന് ശിക്ഷിക്കാൻ പറ. ധിക്കാരം, ഭയങ്കര ധിക്കാരമല്ലേ സംസാരിച്ചത്. ഉടനെ ഇറങ്ങിയില്ലേ ജിബ്രീൽ അലൈഹിസ്സലാം, ഉടനെ ഇറങ്ങിയല്ലോ ജിബ്രീൽ അലൈഹിസ്സലാം. ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നിട്ട് റസൂലുള്ളാഹിനോട് പറഞ്ഞില്ലേ, നബി വമാ കാന അല്ലാഹു ലിയുഅദ്ദിബഹും വഅൻത ഫീഹിം വമാ കാന അല്ലാഹു മുഅദ്ദിബഹും വഹും യസ്തഗ്ഫിറൂൻ. ഹബീബായ നബിയെ, അങ്ങ് അവരിൽ ഉണ്ടായിരിക്കെ അല്ലാഹു അവരെ ശിക്ഷിക്കൂല എന്ന് പറഞ്ഞേക്ക്. ഒന്ന്. രണ്ടോ, വമാ കാന അല്ലാഹു മുഅദ്ദിബഹും വഹും യസ്തഗ്ഫിറൂൻ, അവർ ഇസ്തിഗ്ഫാർ ചൊല്ലുന്നവരായിരിക്കെ അവരെ അള്ളാഹു ശിക്ഷിക്കൂല എന്ന് പറഞ്ഞേക്ക് നബിയെ എന്ന് അല്ലാഹു തആല പുണ്യ നബിയോട് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആരെക്കുറിച്ചായി പറഞ്ഞറിയോ? കേൾക്കണേ. മക്കയിലല്ലാത്ത ഉസ്സ മനാത്ത അടക്കമുള്ള 3 കോടി ബിംബങ്ങളെ ആരാധിക്കുന്ന മക്കക്കാർ, അവരെ ശിക്ഷിക്കാതിരിക്കാനുള്ള കാരണം പറഞ്ഞ രണ്ടാമത്തെ കാരണം എന്താ? അവർ ഇസ്തിഗ്ഫാർ ചൊല്ലുന്നു എന്നതാ. അവിശ്വാസികളാണ്, പക്ഷേ അവർ ഇസ്തിഗ്ഫാർ ചൊല്ലുന്നു. എങ്ങനെ? ഇവർ കഅബ തവാഫ് ചെയ്യാൻ വരും, ഡ്രസ്സൊക്കെ ഇവിടെ അഴിച്ചു വെക്കും. ഡ്രസ്സ് അഴിച്ചു വെച്ചിട്ട് അവർ പറയും, തെറ്റു ചെയ്ത ഈ ഡ്രസ്സുകൾ ഉപയോഗിച്ച് ഞങ്ങൾ തവാഫ് ചെയ്താൽ അള്ളാഹു ഞങ്ങളെ സ്വീകരിക്കൂല. അവരെന്തു ചെയ്യും? ഈ ഡ്രസ്സ് അവിടെ അഴിച്ചു വെക്കും. എന്നിട്ട് അവർ കഅബ തവാഫ് ചെയ്യും. നഗ്നരായി തവാഫ് ചെയ്യുമ്പോൾ അവർ ഇങ്ങനെ ചൊല്ലും, ഗുഫ്റാനക് 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 ഗുഫ്റാനക്. എന്താ അർത്ഥം? പടച്ചോനെ പൊറുത്തരണേ പൊറുത്തരണേ. ബിംബത്തെ ആരാധിച്ചിട്ടവർ പറയാണ് പൊറുത്തരണേ, തെറ്റു ചെയ്തിട്ടവർ പറയാ പൊറുത്തു തരണേ. ശിർക്ക് അല്ലാഹു പൊറുക്കൂല, പക്ഷേ ഗുഫ്റാനക എന്ന വാക്ക് റബ്ബിന് വല്ലാത്ത ഇഷ്ടമാണ്. അവിശ്വാസികൾ പറയുന്നതാണെങ്കിൽ പോലും അല്ലാഹു തആല അതിനെ പുണ്യ നബിയോട് പറഞ്ഞു, ആഖിറത്തിൽ ഞാൻ അവരെ ശിക്ഷിക്കും, പക്ഷേ ഈ ഗുഫ്റാനക എന്ന ഇസ്തിഗ്ഫാറിൻ്റെ വാക്കുകൾ ചൊല്ലുന്നത് കൊണ്ട് ഭൂമിയിൽ ഞാൻ അവരെ ശിക്ഷിക്കൂല നബിയേ. റബ്ബിനത്ര ഇഷ്ടമാണ് അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയുന്ന പദം. ഉമ്മമാരെ, മനസ്സിനകത്ത് കൊത്തിവെക്കണേ ഈ വാക്കുകൾ. എപ്പോഴും ചൊല്ല. ഇറച്ചു മുറിക്കുമ്പോൾ ചൊല്ല, ഭക്ഷണം പാകം ചെയ്യുമ്പോൾ ചൊല്ല, പത്തിരി പുരട്ടുമ്പോൾ ചൊല്ല, അടുക്കളയിൽ ഇരുന്നിട്ട് ചൊല്ല. നമ്മുടെ റമളാനിൻ്റെ 2ാമത്തെ 10 എന്നല്ല, നമ്മുടെ എല്ലാ ദിനങ്ങളും ഇസ്തിഗ്ഫാറുകൾ കൊണ്ട് ധന്യമാകട്ടെ. ഇസ്തിഗ്ഫാർ ചെയ്താൽ അല്ലാഹു തആല, പടച്ച റബ്ബ് അല്ലാഹു തആല റബ്ബിൻ്റെ ശിക്ഷയിൽ നമ്മളെ അകപ്പെടുത്തില്ല എന്ന് പരിശുദ്ധമായ ഖുർആൻ തന്നെ നമ്മളോട് നേരിട്ട് സംസാരിക്കുകയാണ്. അല്ലാഹു തആല ബോധം തരട്ടെ. ഉറക്കെ 1 മണിയാകുമ്പോഴേക്ക് നമുക്കൊന്ന് ദുആ ചെയ്ത് പിരിയണം. റബ്ബേ നീ ഖബൂൽ ചെയ്യണമേ അല്ലാ. അതുകൊണ്ട് ഞാൻ സ്പീഡിൽ പറയാം. അങ്ങക്ക് തോന്നും എന്താ അയാൾ എന്ന് പറഞ്ഞു പോണ സമയമില്ലാത്തതുകൊണ്ടാണ്. 1 മണിയാകുമ്പോൾ നമുക്ക് പിരിയണമല്ലോ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ, അല്ലാഹു അനുഗ്രഹിക്കട്ടെ. റബ്ബേ ഞങ്ങളുടെ സദസ്സ് നീ ദുആക്കുത്തരമുള്ള സദസ്സാക്കണമേ റബ്ബേ. കേട്ടോളൂ. 1, അല്ലാഹുവിൻ്റെ അദാബിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ കഴിയും ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിച്ചാൽ. അപ്പം കൊറോണ ഒന്നും വന്നാലും മേത്തേക്ക് ഇങ്ങോട്ട് കയറൂല. അതന്നെയാണ് അദാബിൽ അല്ലാഹു രക്ഷ തരും. 1. 2 ഖുർആനാണ്. ഞാൻ എൻ്റെ വകൊന്നും പറയില്ലേ. നന്നായി ഈമാൻ ഉൾക്കൊണ്ട് ചെയ്താൽ അതിൻ്റെ ഫലമുണ്ടാകും. അതിൻ്റെ ഫലം ഉണ്ടാവും. അങ്ങനല്ലേ? ചെറുശ്ശേരി സാധനങ്ങൾക്ക് അറിയില്ലേ? ചെറുശ്ശേരി സാ വഫാത്തത് 83 വയസ്സ് കഴിഞ്ഞിട്ടാണ്. 83 വയസ്സ് 83 വയസ്സ് കഴിഞ്ഞിട്ട് ആ മഹാൻ ലോകത്തോട് ഇവിടെ പറഞ്ഞത്. അല്ലാഹു തആല പുറത്തു കൊടുക്കട്ടെ.
റബ്ബ് സുബ്ഹാനഹു വ തആല മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. മരിക്കണവരെ നല്ല ആരോഗ്യമല്ലേ? ആരോഗ്യം ഉണ്ടാകാൻ കാരണം എന്താ? ആരോഗ്യം ഉണ്ടാകാൻ കാരണം ഉസ്താദിന് അവസാന കാലത്ത് ചെറിയൊരു അസുഖമൊക്കെ വന്ന് അസ്വസ്ഥത വന്ന് കൊണ്ടോട്ടി ഹോസ്പിറ്റലിലൊക്കെ അഡ്മിറ്റായി വലിയ ഡോക്ടർമാരൊക്കെ കാണിച്ചപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു, ഉസ്താദിനോട് പറഞ്ഞു, നിങ്ങൾ രാവിലെ എല്ലാ ദിവസവും ഒരു 3/4 മണിക്കൂർ നടക്കണം. ഡോക്ടർമാർ കൊടുത്ത് മരുന്നൊക്കെ കൊടുത്തിട്ട് പിന്നെ കൊടുത്ത നിർദ്ദേശതാണ്. അങ്ങനെ ഡോക്ടർ മുമ്പ് നാന്നൊക്കെ പറഞ്ഞു പോന്നു. പിറ്റേ ദിവസം വീട്ടിൽ വന്നിട്ട് മൂപ്പര് നടക്കില്ല. അപ്പോൾ ഡ്രൈവർ പറഞ്ഞു, ഉസ്താദിനോട് ഇന്നലെ ഡോക്ടറെ നടക്കാൻ പറഞ്ഞല്ലേ, 83 വയസ്സ് വരെ ഞാൻ നടന്നിട്ടില്ല, എന്നിട്ട് അപ്പം ഇനി നടക്കണേ. 83 വയസ്സ് എന്നാലോ വയല് കഴിഞ്ഞാൽ നമുക്ക് ഇൻഷാ അല്ലാഹ് പള്ളിയിൽ ഒന്നിച്ച് ജമാഅത്താക്കാം എന്നാണ് ഖാലിദ് മാഷ് പറഞ്ഞത്. ഇൻഷാ അല്ലാഹ് കഴിഞ്ഞിട്ട് നമുക്ക് ദ്വാരന്നിട്ട് പോയിട്ട് ഒന്നിച്ച് ജമാഅത്താക്കാം. അപ്പം ചെറുശ്ശേരി സാർ അപ്പം പറയുമ്പോഴാണ് 83 കൊല്ലം വരെ ഞാൻ നടന്നിട്ടില്ല, എന്നിട്ട് അവൻ ഇനി നടക്കണേ. 83-ാമത്തെ വയസ്സിലാണ് മരിച്ചത്. എന്നാൽ മറഡോണല്ലേ പന്തിൻ്റെ പിന്നിൽ ഓടിയിട്ട് എല്ലാ മസിലും ശരിപ്പെടുത്തിയ മനുഷ്യൻ? അങ്ങനെയല്ലോ ഫുട്ബോൾ താരങ്ങൾ അങ്ങനല്ലേ, ഓലെ കയ്യിൻ്റെ മസിൽ ഒരു ശരിപ്പെടുത്തും, കാലിൻ്റെ മസിൽ ശരിപ്പെടുത്തും, അല്ലല്ലല്ല ക്രമത്തിലുള്ള ഭക്ഷണങ്ങൾ കഴിക്കും. അയാൾ മരിച്ചത് ഞരമ്പ് പൊട്ടിയിട്ടാ അല്ലേ? തലയൊക്കെയുള്ള ഞരമ്പ് പൊട്ടി, തലച്ചോറിലേക്കുള്ള ഞരമ്പ് പൊട്ടിയിട്ടാണ് മൂപ്പര് മരിച്ചത്. എത്രാമത്തെ വയസ്സിൽ? 63 64-ാമത്തെ വയസ്സിലാണ്. 83 വയസ്സ് വരെ ഞാൻ നടന്നിട്ടില്ല, എന്നിട്ടാണ് ഇനി നടക്കണേ. അല്ലാഹുവിൻ്റെ പരിശുദ്ധ ഖുർആൻ, ഇസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറാ വയസിദുകും ഖുവ്വതൻ ഇലാ ഖുവ്വതികും. ഇസ്തിഗ്ഫാർ ചൊല്ലിയാൽ ആരോഗ്യമുണ്ടാകുമെന്ന് ഖുർആൻ. പഠിച്ചോനെ, ഇസ്തിഗ്ഫാർ ചൊല്ലിയാൽ അല്ലാഹു ആരോഗ്യം തരും. വയസിദുകും ഖുവ്വതൻ ഇലാ ഖുവ്വതികും. അല്ലാഹു ആരോഗ്യം വർദ്ധിപ്പിച്ചു തരും എന്ന് പറഞ്ഞാൽ കഴിക്കണ ഭക്ഷണമൊക്കെ ശരീരത്തിന് ഗുണപ്രദമായി മാറും. നമ്മൾ പലപ്പോഴും കഴിച്ച ഭക്ഷണങ്ങളല്ലേ രോഗങ്ങളായി മാറിയത്. അല്ലാഹു തആല ആരോഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. അപ്പം ഇസ്തിഗ്ഫാർ നന്നായി ചൊല്ലണം. ഇന്നഹു കാന ഗഫാറാ യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറാ. അല്ലാഹു മഴ പെയ്യിപ്പിച്ചു തരും എന്ന് ഖുർആൻ. ഇസ്തിഗ്ഫാർ ചൊല്ലിയാൽ മഴ പെയ്യും. മഴ ആവശ്യമുണ്ടോ? മഴ പെയ്യും. മഴ നിങ്ങൾ കണ്ടില്ലേ? റേഷൻ കൊടുക്കണ മാതിരിയാണ് മഴ അല്ലേ? എടരിക്കോട് മഴയുണ്ട്, കോട്ടക്കലില്ല. പൂക്കിപ്പറമ്പിലുണ്ട്, അതിൻ്റെ അപ്പുറത്ത് വെന്നിയൂരില്ല. പഴയ കാലത്ത് നമ്മൾ അങ്ങനെ കാണില്ല. അപ്പം അങ്ങനെ മഴയും കൊടുക്കണേ. എന്താ? അള്ളാഹുവിനോട് കൂടുതൽ അടുത്തോൽക്ക് മതിയെന്ന് റബ്ബ് തീരുമാനിച്ചതാവും. ആരെങ്കിലും ഇസ്തിഗ്ഫാർ ചൊല്ലി ദ്വാരന്നിട്ടുണ്ടാവും. നന്നായി ഇസ്തിഗ്ഫാർ ചൊല്ലി ദുആ ചെയ്താൽ മഴ തരും എന്ന് ഖുർആൻ. അള്ളാഹു പറയാൻ, അദാബിൽ നിന്ന് റബ്ബ് രക്ഷപ്പെടുത്തും, ആരോഗ്യം തരും. പിന്നെയോ മഴ തരും. ഇനി കേട്ടോളൂ, ഇസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറാ വയുംദിദുകും ബിഅംവാലിൻ വബനീൻ. അല്ലാഹു സമ്പത്ത് തരും. വയുംദിദുകും ബിഅംവാൽ. എന്താ കാരണം അറിയോ? നമ്മൾ അനുഭവിക്കുന്ന പല പ്രതിസന്ധികളുടെയും കാരണം നമ്മൾ ചെയ്ത ദോഷങ്ങളാണെന്ന് ഖുർആൻ പറയുന്നുണ്ട്. അത് ആരോഗ്യ മേഖലയിലുള്ള പ്രതിസന്ധിയാണെങ്കിലും ജീവിതക്രമങ്ങളിലുള്ള പ്രതിസന്ധിയാണെങ്കിലും നമ്മൾ അനുഭവിക്കുന്ന പ്രതിസന്ധികളുടെ കാരണം നമ്മൾ ചെയ്തു പോയ ദോഷങ്ങളാണ്. ഒരാളിങ്ങനെ ആലോചിക്കുക, എനിക്ക് ഈ ലെൻസിന് ക്യാൻസർ വരാൻ എന്താ കാരണം? ഇയാൾ ലെൻസിന് ക്യാൻസർ വരുന്ന മെഡിക്കൽ സയൻസ് പറയുന്ന കാരണങ്ങൾ 28 പരിശോധിച്ച് നോക്കി. ഇയാളുടെ ജീവിതത്തിൽ അതില്ല. പിന്നെ അയാൾ ഇങ്ങനെ ഇരുന്നാലേക്ക് പഠിച്ചോനെ, പിന്നെ ഇപ്പം എന്തേ ഇപ്പം എനിക്ക് ഈ ലെൻസിന് ക്യാൻസർ എന്ന് മരിക്കണവരെ ആലോചിച്ചാൽ ഉത്തരം കിട്ടൂല. പിന്നെയോ അല്ലാഹു വമാ അസ്വാബകും മിൻ മുസീബ ഫബിമാ കസബത് ഐദീകും. നിങ്ങൾ ചെയ്യുന്ന ദോഷങ്ങളാ നിങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളുടെ കാരണം എന്ന് ഖുർആൻ. അപ്പം ആ പ്രയാസങ്ങൾ വരാതിരിക്കാൻ ദോഷങ്ങൾ പൊറുപ്പിക്കണം. ദോഷം പൊറുപ്പിക്കാൻ ഇസ്തിഗ്ഫാർ ചെയ്താൽ മതി. വയുംദിദുകും ബിഅംവാൽ. ഇസ്തിഗ്ഫാർ നിങ്ങളുടെ സമ്പത്തിലെ അനുഗ്രഹങ്ങളെ നിലനിർത്താൻ സഹായിക്കും. വയുംദിദുകും ബിഅംവാലിൻ വബനീൻ. നിങ്ങൾക്ക് മക്കളുണ്ടാകാൻ സഹായിക്കും. കുട്ടികളില്ലാത്ത ആളുകൾ ഇസ്തിഗ്ഫാർ ചൊല്ലിയ മദീനം 1,24,000 തവണ ഇസ്തിഗ്ഫാർ ചെയ്ത് മക്കളുണ്ടായ ആളുകൾ അവരുടെ അനുഭവം എന്നോട് പറഞ്ഞിട്ടുണ്ട്.
ഈ ആയത്ത് കേട്ടതിന് ശേഷം ഓല് പറഞ്ഞു, ഞങ്ങൾ ഇസ്തിഗ്ഫാറാണ് വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചു. കുട്ടികളുണ്ടായി. എങ്ങനെ ചൊല്ലണം? അസ്തഗ്ഫിറുല്ലാഹ് 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 അല്ല, അസ്തഗ്ഫിറുല്ലാഹൽ അലീം അസ്തഗ്ഫിറുല്ലാഹൽ അലീം നിഷ്കളങ്കമായി ചൊല്ലണം. ഒരിക്കൽ വന്നിട്ട് പറഞ്ഞു, സതേ കുട്ടി 8ാമത്തെ മാസം കഴിഞ്ഞു, 9ലേക്ക് 8 മാസമായി, 7 മാസം കഴിഞ്ഞ് 8ലേക്ക് കിടക്കുക. സ്കാൻ ചെയ്തപ്പോൾ കുട്ടിയെ കിട്ടാൻ സാധ്യതയില്ല എന്നാ പറയുന്നത്, കാര്യമായ തകരാറുണ്ട് എന്ന്. ഇയാൾ വന്ന ആളോട് പറഞ്ഞപ്പോൾ അയാൾ ഈ ആയത്തോതി കൊടുത്തു. ഈ ആയത്തോതിയിട്ട് പറഞ്ഞു ആ സ്ത്രീയോട്, വയറിൻ്റെ മേലെ കൈ വെച്ചിട്ട് 1,25,000 തവണ അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന് ഖിബിലക്ക് തിരിഞ്ഞു നിന്ന് വുളൂഓടുകൂടെ ചൊല്ലിയിട്ട് 100 തവണ കഴിഞ്ഞിട്ട് ദുആ ചെയ്യാൻ പറയും. ഓരോ 100 തവണ ഇസ്തിഗ്ഫാർ ചൊല്ലിയാലും ദുആ ചെയ്യാൻ പറയും. കേൾക്കണോ നിങ്ങൾക്ക് അത്ഭുതം? ആ പെണ്ണ് പ്രസവിച്ചപ്പോൾ കുട്ടിക്കൊരു തകരാറില്ല. പിന്നെ അയാൾ വന്നിട്ട് ഇയാളോട് പറയാ, ഡോക്ടർ എന്നെ പറ്റിച്ചോ എന്ന സംശയം, കുട്ടിക്കൊരു തകരാറില്ലല്ലോ. വയുംദിദുകും ബിഅംവാലിൻ വബനീൻ, അള്ളങ്ങൾക്ക് കുട്ടികളെ തരും. ഉമ്മമാരെ, ഗർഭിണികളായ ഉമ്മമാരെ, സഹോദരിമാരെ, ഗർഭത്തിലുള്ള കുട്ടികളുടെ പരിക്കുകൾ, വൈകല്യങ്ങൾ, പ്രയാസങ്ങളില്ലാതെയാക്കാൻ ഇസ്തിഗ്ഫാറുകൾ സഹായിക്കുമെന്ന് ഖുർആൻ. വയുംദിദുകും ബിഅംവാലിൻ വബനീൻ വയജ്അൽ ലക്കും ജന്നാതിൻ വയജ്അൽ ലക്കും അൻഹാറാ വയജ്അൽ ലക്കും ജന്നാതിൻ, അല്ലാഹു തആല നിങ്ങൾക്ക് തോട്ടങ്ങൾ തരും. ഇസ്തിഗ്ഫാർ നന്നായി ചൊല്ലിയ തോട്ടം തരും. തോട്ടം തരും എന്ന് പറഞ്ഞാൽ കവുങ്ങും തോട്ടം, തെങ്ങും തോട്ടമൊക്കെ. കവുങ്ങ് ഏടെ ഉണ്ടാവുക? ഇവിടെ അതൊക്കെ അല്ലല്ലേ അല്ലേ? കവുങ്ങ് ഏടെ ഉണ്ടാവല്? പെരടിയിലോ? കവുങ്ങ് ഏടെ മുളക്കുക? ഓ കോടതി വളപ്പം. കവുങ്ങ് ഏടെ ഉണ്ടാവല്? മണ്ണിലല്ലേ? അപ്പം അതിൻ്റെ അർത്ഥം എന്താ അറിയോ? ഭൂസ്വത്ത് തരുന്ന. വയജ്അൽ ലക്കും ജന്നാതിൻ, നിങ്ങൾക്ക് അല്ലാഹു തോട്ടങ്ങൾ തരും എന്ന് പറഞ്ഞാൽ ഭൂസ്വത്ത് വർദ്ധിപ്പിച്ചു തരും. വയജ്അൽ ലക്കും അൻഹാറാ, ഇതൊക്കെ ഖുർആൻ എടുത്ത് പറഞ്ഞതാണ്. ആത്മാർത്ഥമായി ചെയ്തു നോക്കിയാണ്. നമുക്കൊരു സ്വഭാവമുണ്ട്, 10 ദിവസം ചൊല്ലിയിട്ട് പറഞ്ഞു ആ മൗലിയാർ പറഞ്ഞൊന്നും നടക്കില്ല, അത് പറ്റൂല. ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം ദ്വാരന്നിട്ട് കുട്ടികളുണ്ടായത് 86ാമത്തെ വയസ്സിലാണ്. ആര്? ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം. നിങ്ങൾ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ നമ്മളെ വല്യാപ്പാരും വല്യമാരൊക്കെ നിസ്കാരപ്പായിലേ തിന്നാനും കുടിക്കാനും ഇല്ലാത്ത കാലത്ത് ഇരുന്നിട്ട് ഇസ്തിഗ്ഫാർ ചൊല്ലിയതിൻ്റെ ഗുണം, പടച്ചോനെ ഇസ്തിഗ്ഫാർ ചൊല്ലിയിട്ടുണ്ട്, കുട്ടികളെ കഷ്ടപ്പെടുത്തല്ല റബ്ബേ എന്നവർ ചെയ്ത ദുആയുടെ ഗുണ. അറേബ്യൻ രാജ്യങ്ങളിൽ അല്ലാഹു എണ്ണയുടെ ശേഖരം അവർക്ക് അല്ലാഹു തുറന്നു കൊടുത്തത്. സൗദി അറേബ്യയിൽ ആ എണ്ണ ഉണ്ടായെങ്കിലും അതിൻ്റെ ഗുണം നമ്മുടെ നാട്ടിലാണ് നമ്മൾ കാണുന്നത്. 5 കോടി 10 കോടി 20 കോടിയുടെ വീട്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, അല്ലാഹു തആല ആ മനുഷ്യന്മാർ ചെയ്തതിൻ്റെ നന്മ നമ്മളിപ്പോൾ അനുഭവിക്കുകയാണ്. നമ്മൾ ഈ നന്മയില്ലാതെയായാൽ അടുത്ത തലമുറ രൂക്ഷമായ ക്ഷാമത്തിൻ്റെയും കെടുതിയുടെയും വറുതിയുടെയും ഇടയിലേക്ക് തള്ളപ്പെടും. അല്ലാഹു രക്ഷപ്പെടുത്തട്ടെ, അല്ലാഹു രക്ഷപ്പെടുത്തട്ടെ. ദ്വായിലേക്ക് കടക്കാൻ പോവുകയാണ്. നമ്മൾ 1 മണിക്ക് പിരിയും എന്ന് പറഞ്ഞതല്ലേ? ദ്വായിലേക്ക് കടക്കുകയാണ്, വിഷയം കഴിഞ്ഞിട്ടല്ല. ഒറ്റ ഹദീസ് കൂടെ പറയുകയാണ് ഞാൻ. ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞല്ലോ, മൻ അഹബ്ബ അൻ തസുറഹു സഹീഫതുഹു ഫൽയുക്തിർ മിനൽ ഇസ്തിഗ്ഫാർ ഫൽയുക്തിർ ഫീഹാ മിനൽ ഇസ്തിഗ്ഫാർ. മൻ അഹബ്ബ അൻ തസുറഹു സഹീഫതുഹു, ഒരാൾക്ക് തൻ്റെ ഏട് കാണുമ്പോൾ അയാൾക്ക് സന്തോഷിക്കണം എന്ന ആഗ്രഹമുണ്ടോ? ഏട് കാണാൻ എന്താ? ഫഅമ്മാ മൻ ഊതിയ കിതാബഹു ബിയമീനി ഫസൗഫ യുഹാസബു ഹിസാബൻ യസീറാ വയൻഖലിബു ഇലാ അഹ്ലിഹി മസ്റൂറാ വഅമ്മാ മൻ ഊതിയ കിതാബഹു വറാഅ ളഹ്രി ഫസൗഫ യദ്ഉ സുബൂറാ വയസ്ലാ സഈറാ. അല്ലേ? നമ്മുടെ ഇടത്തും വലത്തും മലക്കുകൾ ഇങ്ങനെ എഴുതാ, നമ്മൾ പറയണതും ചെയ്യുന്നതൊക്കെ. നമ്മൾ വാട്സപ്പിൽ എഴുതേണ്ടതും നമ്മളിങ്ങനെ ആവശ്യമില്ലാത്ത ക്ലിക്ക് ചെയ്യണതും അതൊക്കെ എഴുതണം. എല്ലാം എഴുതുകയാണ്. അങ്ങനെ നമ്മൾ മരിക്കുന്നതോടുകൂടെ മലക്കുകൾ ഏടുമായി നേരെ അള്ളാഹുവിൻ്റെ സന്നിധിയിൽ പോകും. അർശിൻ്റെ ചുവട്ടിൽ നമ്മുടെ ഫയലുകൾ സൂക്ഷിക്കുന്ന ഒരു സ്ഥലമുണ്ട്, അവിടെ കൊണ്ടുപോയി വെക്കും.
മരിച്ച് നമ്മൾ ഇനി പുനർജന്മം ചെയ്യപ്പെടുമ്പോൾ ഖബറിൽ നിന്ന് എഴുന്നേറ്റ് വരുമ്പോൾ റഖീബും അതീദും നമ്മളെ തെളിക്കാൻ വരും. തെളിച്ചിട്ട് മഹ്ശറയിൽ ഇവർ കൊണ്ടുപോയാക്കും. അതിന് ശേഷം ഒരു കാറ്റ് ഇങ്ങനെ വീശുമ്പോൾ അർശിൻ്റെ ചുവട്ടിലുള്ള ഈ ഖസാനയിൽ നിന്ന് ഏടുകൾ ഇങ്ങനെ പറന്നു വരാൻ തുടങ്ങും. പറന്നു വന്നിട്ട് ഓരോരുത്തരുടെ കയ്യിലും വന്ന് വീഴും. ഫഅമ്മാമൻ ഊതിയ കിതാബഹു ബിയമീനി, അന്ന് ചില ആളുകളുടെ കയ്യിൽ വലത്തെ കയ്യിൽ കിതാബ് കിട്ടും. ഫഅമ്മാമൻ ഊതിയ കിതാബഹു ബിയമീനി ഫസൗഫ യുഹാസബു ഹിസാബൻ യസീറ, അവൻ്റെ വിചാരണ വളരെ ലഘുവായിരിക്കും. വഅമ്മാമൻ ഊതിയ കിതാബഹു വറാഅ ളഹ്രി, എന്നാൽ വേറെ ചില ആളുകളുടെ കിതാബ് രണ്ട് കൈയും പിന്നോട്ട് കൂട്ടിക്കെട്ടിയിട്ട് ഇടത്തെ കയ്യിലാ കൊടുക്കുന്നത്. ഫഅമ്മാമൻ ഊതിയ കിതാബഹു വറാഅ ളഹ്രി ഫസൗഫ യദ്ഉ സുബൂറാ, അപ്പോൾ അവൻ ഇങ്ങനെ വിളിക്കും, വാ സുബൂറാ, എൻ്റെ നാശമേ, എൻ്റെ നാശമേ, ദുന്യാവിൽ ഞാൻ എത്ര സമയമാ കളഞ്ഞത്. അള്ളാന്റെ ഹബീബ് പറയാ, അന്നാ കിതാബ് കിട്ടുന്ന ദിവസം കിതാബ് നോക്കുമ്പോൾ നിങ്ങൾക്ക് സന്തോഷിക്കണമെന്ന് ആഗ്രഹമുള്ളവരാണോ, ഫല്യുക്തിർ ഫീഹാ മിനൽ ഇസ്തിഗ്ഫാർ, അവൻ അസ്തഗ്ഫിറുല്ലാഹ് വർദ്ധിപ്പിച്ചു കൊള്ളട്ടെ എന്ന് നബിയുനാ റസൂലുള്ളാഹ്. ഞാൻ ആ ക്ലോക്കിലേക്ക് നോക്കുമ്പോൾ എനിക്ക് തോന്നി ഇനി 4 മിനിറ്റ് സമയമേ ഉള്ളൂവെന്ന്. അല്ല, 8 മിനിറ്റ് സമയമുണ്ട്. ഒരൊറ്റ ഹദീസ് കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. മൻ ലസിമൽ ഇസ്തിഗ്ഫാറ, മൻ ലസിമൽ ഇസ്തിഗ്ഫാറ, ഒരാൾ ഇസ്തിഗ്ഫാറിനെ കൂടെ കൊണ്ട് നടന്നാൽ, ശ്രദ്ധിക്കണേ ഹദീസേ, മൻ ലസിമൽ ഇസ്തിഗ്ഫാറ. ഉമ്മമാരെ, സഹോദരിമാരെ, 2023